ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഡെൻമാർക്ക് പോണ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം കീലിലേക്ക് പോയി ജോലി കഴിഞ്ഞ് ഡയറക്റ്റ് ബെർലിനിൽ നിന്ന് കീലിലേക്ക് വിട്ടു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂറുണ്ട് ട്രാവൽ. അവിടെ എത്തി ഒരു സ്റ്റേ എടുത്ത് അന്നത്തെ രാത്രി അവിടെ നിന്നു. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഡെൻമാർക്ക് പോണത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് കീ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് വീണ്ടും ഒരു 3.5 മണിക്കൂറുണ്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. ഒരാളും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പു, എൻ്റെ അനിയൻ. അവനെ നമ്മൾ കീലിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഇടയ്ക്ക് കയറി സബ്വേയിൽ നിന്ന് സാൻഡ്വിച്ചും കഴിച്ചു. അങ്ങനെ നമ്മൾ ജർമ്മൻ ബോർഡർ കടന്ന് ഡെൻമാർക്ക് ബോർഡറിലേക്ക് എത്തി. ഇവിടെ ഒട്ടുമിക്ക സ്ഥലത്തും പെട്രോൾ പമ്പിലൊക്കെ നമുക്ക് എയർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എയറൊക്കെ ചെക്ക് ചെയ്ത്. ഇത് പിന്നെ വഴി അരികിൽ മാൻ്റെ ഒരു കൂട്ടം, വേറെ ഏതോ ഒരു ആനിമലും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. ഞങ്ങളെ കണ്ടപ്പോൾ അത് ഓടി. നമ്മൾ ആദ്യം പോണത് റോമോ എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. അത് ഒരു ഐലൻഡാണ് ശരിക്കും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് അപ്പുറവും ഇപ്പുറവും ഫുള്ള് വെള്ളമാണ്. നടുക്ക് കൂടി ഒരു റോഡ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടായ റോമോ ബീച്ചിലേക്ക് എത്താണ്. അപ്പൊ ഉറങ്ങി ഇല്ല ഗൈസ്. ഒരാൾക്ക് എന്തോരം പട്ടിയ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നില്ല. ഈ ബീച്ചിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാർ കൊണ്ടുപോയി. അങ്ങനെ തണുപ്പായതുകൊണ്ട് ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ആശി അവിടെയൊക്കെ വണ്ടിയിട്ട് കറക്കി. ഓൾറെഡി വണ്ടി ഫുൾ ചീത്തായിട്ടിരിക്കുവായിരുന്നു. നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ നമ്മൾ ബീച്ച് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ബീച്ചിൽ പോണേ. ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് ബീച്ചിൽ വന്നത്. നല്ല ഫോട്ടോസ് എടുക്കുക, റീൽസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് പോന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇന്നത്തേക്ക് വേറെ ഒന്നും പോകാനില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ കോപ്പൻഹാഗൻ ഒന്ന് കറങ്ങും. ഇപ്പം ഡയറക്റ്റ് നമ്മൾ കോപ്പൻഹാഗനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പാട്ടോടി കഴിക്കാൻ പോകട്ടോ. അങ്ങനെയില്ല. ഇപ്പഴേ തോറ്റപ്പോ ശരി. എന്നാ പാട് നമ്മളടുത്ത്. ടിക് ടിക് 7, ടിക് ടിക് 8, ടിക് ടിക് 9, ടിക് ടിക് 10. ഓയായിട്ടാ. അങ്ങനെ പാട്ട് മത്സരമൊക്കെ കഴിഞ്ഞ് അപ്പു തോറ്റ വിഷമത്തിൽ നമ്മൾ ബെറ്റ് പറഞ്ഞത് ചായയാണ്. അങ്ങനെ ചായ കുടിക്കാൻ
കയറി അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും പോയി. നമ്മളിപ്പോൾ വന്ന വഴി കുറച്ച് ചുറ്റലാണ്, കാരണം നമുക്ക് കീലിൽ നിന്ന് ഡയറക്റ്റ് ഫെറി വഴി കോപ്പൻഹാഗനിൽ എത്താൻ പറ്റും. അപ്പോൾ റോമോ ബീച്ച് ടച്ച് ചെയ്യില്ല, ടൈം കുറവാണ്, ട്രാവൽ ടൈം കുറവായിരിക്കും, ഡ്രൈവിംഗ് ടൈം കുറവായിരിക്കും. ഇതിപ്പോൾ നമ്മൾ റോമോ ബീച്ച് ടച്ച് ചെയ്ത് ഗ്രേറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജിൽ കൂടി ക്രോസ് ചെയ്ത് ടോള് എടുത്തിട്ടാണ് പോണേ. നൈറ്റ് ഡ്രൈവ് ഈ ബ്രിഡ്ജിൽ കൂടെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ടോൾ എടുത്ത് അപ്പുറം കോപ്പൻഹാഗനിൽ. ടോള് ഏകദേശം ഒരു 37 യൂറോ ആയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റേ എത്താറായി. കോപ്പൻഹാഗൻ മെയിൻ സിറ്റി സെൻറ്റർ എത്തി. എൻ്റെ പൊന്നോ, ഇവിടുത്തെ ട്രാഫിക് ലൈറ്റൊക്കെ ഇടിവെട്ട് കളറായിരുന്നു, കണ്ണടിച്ച് പോകുന്നോട്ട കളറായിരുന്നു. നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത് A&O ഹോട്ടലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ നോക്കുന്നവർക്ക് A&O നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല വ്യൂ ഉണ്ടല്ലേ. ആശയുടെ പോക്കല്ലേ ആക്ച്വലി ഇത് ആശയുടെ വ്ളോഗാണോ അതോ എൻ്റെ വ്ളോഗ് അറിയാൻ. അയ്യോ പുനിയും വേണ്ടില്ല. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എത്തി, ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പം നാളെ കോപ്പൻഹാഗൻ കാണാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.